കൂട്ടായ്മകളിലൂടെയാണ് പല നല്ല മുഹൂർത്തങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത്. ഏതൊരു പുതിയ സംരംഭം ഉടലെടുക്കുമ്പോഴും അതിന് വ്യക്തമായ ദൂരക്കാഴ്ച ആവശ്യമാണ്. പ്രവാസ ജീവിതത്തിന്റെ വിശേഷങ്ങളിലേക്ക് ന്യൂസ് അറ്റ് കുവൈറ്റ്. നമസ്കാരം, ന്യൂസ് അറ്റ് കുവൈറ്റിലേക്ക് സ്വാഗതം. പ്രവാസികൾക്കായി കേരള സർക്കാർ നടത്തിവരുന്ന ക്ഷേമനിധി പദ്ധതികളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ നടത്തിവരുന്ന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി.കെ. ഹംസ നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്. പാവപ്പെട്ടവർ, തൊഴിലാളികൾ, സാധുക്കൾ അവരെ ഉദ്ദേശിച്ചുള്ള ഈ പദ്ധതിയിൽ 18 വയസ്സ് തികഞ്ഞ എല്ലാ പ്രവാസികൾക്കും ഇതിൽ അംഗങ്ങളായി ചേരാം. അംഗങ്ങളായി ചേരുമ്പോൾ പ്രവേശന രജിസ്ട്രേഷൻ ഫീസായിട്ട് 200 രൂപ കൊടുക്കേണ്ടതുള്ളൂ. ഒരു ഫോമുണ്ട്, ഇത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള, അതിൽ എല്ലാം പൂരിപ്പിച്ച് പ്രവാസിയാണെന്ന് തെളിയിക്കാൻ ഒന്നുകിൽ വിസ അല്ലെങ്കിൽ ഇക്കാമ തുടങ്ങിയ ഒരു രേഖ അംഗങ്ങളായി അംഗീകരിച്ച് കാർഡ് കിട്ടിയാൽ അന്ന് മുതൽ അംശദായം അടച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ലെവി ഒരു മാസത്തിൽ 300 രൂപ. 5 കൊല്ലം അങ്ങനെ നിരന്തരമായി അടച്ച കഴിഞ്ഞാൽ അവർക്ക് 60 വയസ്സ് തികയുമ്പോൾ 2000 രൂപ പെൻഷൻ കൊടുക്കും. ഇനി 5 കൊല്ലം അടക്കുന്നതിലൂടെ ഒരു 3 കൊല്ലം കഴിഞ്ഞു അടക്കാൻ സാധിച്ചില്ല, ഇവിടുത്തെ ജോലി നിർത്തി നാട്ടിലേക്ക് വന്നാൽ ആ 3 കൊല്ലം കഴിഞ്ഞവനാണെങ്കിൽ അവശതാ പെൻഷൻ കൊടുക്കും. 3 കൊല്ലം കഴിഞ്ഞിട്ടില്ലേ, 2.25 കൊല്ലേ ആയുള്ളൂ എന്നുണ്ടെങ്കിൽ അതുവരെ അടച്ചതും തത്തുല്യവും ബോർഡ് തീരുമാനിക്കുന്നതുമായൊരു സംഖ്യയും കൂട്ടി ഒരു നിധി സഹായധനമായിട്ട് കൊടുക്കും. ഒരു 5 പൈസയും നഷ്ടപ്പെടുത്തില്ല. ഈ പെൻഷൻ കിട്ടുന്നവരൊക്കെ മരണപ്പെടുകയാണെങ്കിൽ പിന്നെ പ്രവാസി അംഗമായി ചേർന്നാൽ 5 കൊല്ലം അടക്കണം എന്നില്ല കേട്ടോ, ഒരടവടച്ചാൽ മതി. ഗൾഫിൽ നിന്ന് മരണപ്പെട്ടാൽ 50,000 രൂപ ഉടനെ വീട്ടിലെത്തിച്ചു കൊടുക്കും. അംഗമായ പ്രവാസിക്ക് മാരകമായ രോഗങ്ങൾ വന്നാൽ, ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ഹൃദയസ്തംഭനം, പെട്ടെന്ന് 50,000 രൂപ അവരെ സഹായിക്കാൻ യാതൊരു രേഖയുമില്ലാതെ കൊണ്ടു കൊടുക്കും. പിന്നെ കൂടുതൽ സഹായിക്കണമെങ്കിൽ ബോർഡ് ആലോചിച്ച് തീരുമാനിച്ചാൽ അത് കൊടുക്കാനും വകുപ്പുണ്ട്. പ്രവാസി ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക, കല്യാണം കഴിച്ചിട്ടും ഇല്ലെങ്കിൽ ആ പ്രവാസിയെ കെട്ടിക്കാനുള്ള പരിപാടി ബോർഡ് ഏറ്റെടുക്കും. ഇതിലും വലിയ ഗുണം ഭാരതാണ്. പ്രവാസി പുരുഷനായാലും സ്ത്രീ ആയാലും 2 പെൺകുട്ടികളെ കെട്ടിക്കാൻ സഹായം കൊടുക്കും. 3ാമത്തേത് സൂക്ഷിക്കണം. നമ്മളെ കണക്കിൽ 2 പോലുള്ളൂ. പ്രവാസികളുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഈ ഫണ്ടിൽ നിന്ന് സഹായധനം കൊടുക്കും. പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നാൽ ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ പ്രവാസി മെമ്പറായാൽ മതി. ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീട് വെക്കാൻ ആവശ്യമായ സംഖ്യ, അദ്ദേഹത്തിൻ്റെ റീപേയിങ് കപ്പാസിറ്റി, തിരിച്ചടക്കാനുള്ള കഴിവും മറ്റെല്ലാം പരിശോധിച്ച് ആവശ്യപ്പെടുന്ന സംഖ്യ ശരിയാണെന്ന് ബോർഡിന് ബോധ്യം വന്നാൽ വീട് വെക്കാൻ പണം കൊടുക്കും. വീട് വെക്കാൻ പണം കൊടുക്കുമ്പോൾ സ്ഥലം ഇല്ലെങ്കിൽ സ്ഥലം വാങ്ങാനും കൊടുക്കും. വീടും സ്ഥലവും കൂടി വാങ്ങാനാണെങ്കിൽ അതിനും പണം കൊടുക്കുക. ബാങ്ക് ഇൻട്രസ്റ്റിൻ്റെ താഴെ, ബാങ്ക് ഇൻട്രസ്റ്റിന് നമ്മൾ കൊടുക്കണം, ബാങ്ക് തന്നെ കൊടുക്കുമല്ലോ, അതിൻ്റെ താഴെയുള്ള ഒരു ചെറിയ നോമിനൽ ഇൻട്രസ്റ്റിനാണ് കൊടുക്കുക. ഇനി പ്രവാസികൾ തിരിച്ചു വന്നിട്ട് 4-5 ആൾ കൂടി ഒരു സഹകരണ സംഘം ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം, സഹകരണ ആശുപത്രി ആവാം, പലതും ആവാം, അതിന് ഈ ഫണ്ടിൽ നിന്ന് സഹായം എത്തിച്ചു കൊടുക്കും. ഇതിന് അങ്ങേയറ്റം മുന്തിയ പരിഗണന നൽകി എല്ലാ തരത്തിലും മുഴുവൻ ആളുകളെയും വലിയ മെമ്പർമാരാക്കണം. ഈ പദ്ധതി നീണാൾ വാഴട്ടെ. അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകണമെന്നും എല്ലാ വിഭാഗം സംഘടനകളും പ്രവർത്തകന്മാരും വിഭാഗങ്ങളും സഹകരിച്ച് ഇതിനെ വളർത്തണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്വീകരണത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.